കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ പോരാട്ടം തീപാറും. പ്രചരണം വളരെ നേരത്തെ തുടങ്ങിയ ആത്മവിശ്വാസത്തിലാണ് സലീം മടവൂർ. ബഹുദൂരം മുന്നേറുമ്പോൾ മുന്നണിയിലെ മുതിർന്ന നേതാക്കളുടെ രാജി UDFന് തലവേദനയാവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊടുവള്ളി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ അന്നു മുതൽ പ്രചാരണത്തിലാണ് കൊടുവള്ളി LDF സ്ഥാനാർത്ഥി സലീം മടവൂർ. മണ്ഡലത്തിലെ മുക്കും മൂലയിലുള്ളവർക്ക് സലീം മാഷിനെ അറിയാം. ആ വ്യക്തിപരിചയം തനിക്ക് വോട്ടായി മാറുമെന്നും ആരെങ്കിലും എതിർചേരിയിലേക്ക് മാറിയത് തനിക്ക് ഭീഷണിയല്ലെന്നും സലീം മടവൂർ പറയുന്നു. ജനങ്ങളുടെ പ്രതികരണം വളരെ ശക്തമാണ്. താഴെത്തട്ടിലുള്ള ജനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി MLA ആയി വരണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ നാട്ടിലാണ് മത്സരിക്കുന്നത്. എൻ്റെ സംവിധാനം കണക്കുകളെ കൊണ്ട് പുറകിലുള്ള മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അവിടെയാണ് ഞാൻ ആത്മധൈര്യത്തോടുകൂടി മത്സരിക്കുന്നത്. എൻ്റെ നാട്ടുകാർക്ക് എന്നെ അറിയാം. അവർക്ക് എൻ്റെ പൊതുപ്രവർത്തനത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അത് നിങ്ങൾക്ക് ജനങ്ങളോട് ചോദിച്ചാൽ അവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ നല്ല പ്രതീക്ഷയിലാണ്. UDF സ്ഥാനാർത്ഥി PK ഫിറോസ് താമരശ്ശേരി IHRD കോളേജിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. 2 തവണ കൊടുവള്ളിയിൽ UDFന് നഷ്ടമായത് പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ്. ചില ആളുകളൊക്കെ പാർട്ടി വിട്ടുപോയപ്പോഴാണ്. പക്ഷേ ഇത്തവണ പാർട്ടി ഒറ്റക്കെട്ടാണ്, മുന്നണി ഒറ്റക്കെട്ടാണ്. കൊടുവള്ളി കോൺഗ്രസിൽ നിന്ന് കൺവീനർ ഉൾപ്പെടെ 40 പേർ രാജിവെച്ചത് UDFൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. DCC ബ്ലോക്ക് ഭാരവാഹികളും മുൻ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.